Yes, welcome back to another class of EdDream IGNOU BCom Financial Accounting. കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഒരു ടേമാണ്, അടുത്ത ഒരു സ്പെഷ്യൽ ടേമാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ചെലവുകളാണ് എക്സ്പെൻസസ്. അപ്പൊ ഈ കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടി വരുന്ന രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ കൺസൈനറും കൺസൈനിയും തന്നെയാണ്. അപ്പൊ രണ്ട് തരം എക്സ്പെൻസ് ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് നോൺ റിക്കറിംഗ് എക്സ്പെൻസ്, പിന്നെ ഒന്ന് റിക്കറിംഗ് എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസസ് ഇൻ കൺസൈൻമെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ വരാം. നോൺ റിക്കറിംഗ് എക്സ്പെൻസും റിക്കറിംഗ് എക്സ്പെൻസും. നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ദ പ്രോഡക്ട്സ് ഫ്രം കൺസൈനർ ടു കൺസൈനി. നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ കൺസൈൻമെന്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗുഡ്സ് കൺസൈനറുടെ കയ്യിൽ നിന്നും കൺസൈനിയുടെ കയ്യിൽ എത്തുന്നത് വരെ, കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുന്നത് വരെ എന്തെല്ലാം എക്സ്പെൻസുകളാണോ ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാം, നോൺ റിക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ കൺസൈനർ ആൻഡ് കൺസൈനി. അപ്പൊ ഈ നോൺ റിക്കറിംഗ് എക്സ്പെൻസിൽ കുറെ എക്സ്പെൻസുകൾ കൺസൈനറും കൺസൈനിയും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഗുഡ്സ് കൺസൈനറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് കൺസൈനിയുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള എക്സ്പെൻസ്, കൺസൈനിയുടെ ഗോഡൌണിൽ എത്തുന്നത് വരെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസൈനർക്ക് വരുന്ന എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ഗുഡ്സ് ഒക്കെ നന്നായി പാക്ക് ചെയ്യണമെങ്കിൽ പാക്കേജിങ്ങിനുള്ള എക്സ്പെൻസ് വരും. അതേപോലെ ഗുഡ്സിനെ കൺസൈൻമെന്റ് വെഹിക്കിളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ലോഡിംഗ് എക്സ്പെൻസ് വരും. അതേപോലെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ എക്സ്പെൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് മുഴുവൻ കൺസൈനർ മീറ്റ് ചെയ്യേണ്ടി വരും. ഇനി കൺസൈനിക്ക് വരുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ ഫ്രൈറ്റ്, ഒക്ട്രോയ്, അതുപോലെ അൺലോഡിങ് എക്സ്പെൻസ്, പിന്നെ ഗോഡൌണിൽ സൂക്ഷിക്കുന്നതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകൾ. അപ്പൊ ഗുഡ്സ് കൺസൈനറുടെ കയ്യിൽ നിന്ന് കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ആ പ്രോസസ്സിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസുകളാണ് നോൺ റിക്കറിംഗ് എക്സ്പെൻസിൽ വരുന്നത്. അപ്പൊ ഈ നോൺ റിക്കറിംഗ് എക്സ്പെൻസ് കൺസൈനറും മീറ്റ് ചെയ്യേണ്ടി വരും, കൺസൈനിയും മീറ്റ് ചെയ്യേണ്ടതായി വരും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് റിക്കറിംഗ് എക്സ്പെൻസ്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു ഗുഡ്സ് എവിടെ എത്തിച്ചേർന്നു? കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേർന്നു. അപ്പൊ റിക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ദ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ആഫ്റ്റർ റീച്ചിങ് ദ ഗുഡ്സ് അറ്റ് ഗോഡൌൺ. കൺസൈനിയുടെ ഗോഡൌണിൽ ഗുഡ്സ് എത്തിച്ചേർന്നതിന് ശേഷം കൺസൈനിക്കും കൺസൈനർക്കും മെറ്റ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ് റിക്കറിംഗ് എക്സ്പെൻസിൽ വരുന്നത്. അപ്പൊ അതില് കൺസൈനർക്ക് വരുന്ന എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെയിൽസിനൊക്കെ കൊടുക്കുന്ന കമ്മീഷൻ ഉണ്ടാവും, അത്തരം കമ്മീഷനുകൾ, പിന്നെ അഡ്വർടൈസ്മെന്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്, സെയിൽസ്മാന് കൊടുക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ റെമ്യൂണറേഷൻസ്, ആ രീതിയിൽ വരുന്ന, അതായത് കൺസൈനിയുടെ ഗോഡൌണിൽ ഗുഡ്സ് എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന എക്സ്പെൻസുകളാണ് റിക്കറിംഗ് എക്സ്പെൻസ്. അതിലെ കൺസൈനർക്ക് നേരിടേണ്ടി വരുന്ന, കൺസൈനർ എന്ന് പറഞ്ഞാൽ മറന്നിട്ടില്ലല്ലോ, ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ആള്, അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന എക്സ്പെൻസുകളെ കമ്മീഷൻ, അഡ്വർടൈസ്മെന്റ്, ട്രാവലിംഗ്, സെയിൽസ്മാൻ പേയ്മെന്റ് എക്സെട്ര. കൺസൈനിക്ക് നേരിടേണ്ടി വരുന്നതോ, ഇപ്പൊ ഗുഡ്സ് എവിടെ എത്തി? കൺസൈനിയുടെ ഗോഡൌണിൽ എത്തി, കൺസൈനിയുടെ കയ്യിലാണ് ഗുഡ്സ് ഇരിക്കുന്നത്. അപ്പൊ ആ ഗോഡൌണിന് റെന്റ് കൊടുക്കേണ്ടി വരും, ഗോഡൌണിന് ഇൻഷുറൻസ് ഉണ്ടാവും, ദെൻ സെയിൽസ് പ്രൊമോഷൻ, സെയിൽസ് ഇൻക്രീസ് ചെയ്യണ്ടേ? കൺസൈനർ പറഞ്ഞ വിലയ്ക്ക് ആ ഗുഡ്സ് വിറ്റു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൺസൈനിക്കുണ്ട്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് ഇതെല്ലാം ആരും മീറ്റ് ചെയ്യേണ്ടി വരും? കൺസൈനിയും മീറ്റ് ചെയ്യേണ്ടതായി വരും. അപ്പൊ രണ്ട് തരം എക്സ്പെൻസസ് ആണ് വരുന്നത്, നോൺ റിക്കറിംഗ് എക്സ്പെൻസും
റിക്കറിംഗ് എക്സ്പെൻസും. നോൺ റിക്കറിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ ഏത് സ്റ്റേജിലാണ് വരുന്നത്? കൺസൈനറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് കൺസൈനിയുടെ ഗോഡൌണിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള ആ സ്റ്റേജിലെ എക്സ്പെൻസ് ആണ് നോൺ റിക്കറിംഗ് എക്സ്പെൻസ്. റിക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനിയുടെ ഗോഡൌണിൽ എത്തി, ഗുഡ്സ് അവിടെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ ശേഷം വരുന്ന എക്സ്പെൻസുകൾ, മീറ്റ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ് റിക്കറിംഗ് എക്സ്പെൻസസ്. ഈ രണ്ട് എക്സ്പെൻസുകളിലും രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കൺസൈനർക്കും എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്, കൺസൈനിക്കും എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന എക്സ്പെൻസുകളാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്പെഷ്യൽ ടേംസ്, കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടേംസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ടേമാണ് കമ്മീഷൻ. പലതരത്തിലുള്ള കമ്മീഷൻ ഉണ്ട് അത് പറയുന്നു. ഓർഡിനറി കമ്മീഷൻ, സ്പെഷ്യൽ കമ്മീഷൻ. സ്പെഷ്യൽ കമ്മീഷനിൽ തന്നെ രണ്ടെണ്ണമുണ്ട്, ഓവർ റൈഡിങ് കമ്മീഷനും ഡെൽ ക്രെഡറെ കമ്മീഷനും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. രാജധാനി സൈക്കിൾസ് ലിമിറ്റഡ് സെൻഡ് 2000 dynamos costing ₹50 each for sale on consignment basis to ബാനർജി ആൻഡ് കമ്പനി കൽക്കട്ട. അപ്പൊ രാജധാനി സൈക്കിൾസ് എന്ന് പറയുന്ന ആളാണ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ആള്. അപ്പൊ കൺസൈനർ എന്ന് പറയുന്നത് രാജധാനി സൈക്കിൾസ് ആണ്. അവർ എന്ത് പ്രോഡക്റ്റ് ആണ് അയച്ചു കൊടുത്തിട്ടുള്ളത്? 2000 ഡൈനാമോസ്, സൈക്കിൾസിന്റെ ഡൈനാമോസ് ആയിരിക്കും. അപ്പൊ 2000 ഡൈനാമോസ് ആണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? ₹50 ഈച്ച്. ഒരെണ്ണത്തിന് 50 രൂപയാണ് അതിന്റെ പ്രൈസ്. നോർമൽ സെല്ലിംഗ് പ്രൈസ് പെർ ഡൈനാമോസ് ഈസ് ₹60. സാധാരണയായി നമ്മൾ ഈ ഡൈനാമോ എത്ര രൂപയ്ക്കാണ് വിൽക്കാറുള്ളത്? 60 രൂപ. അപ്പൊ 50 രൂപ കോസ്റ്റ് വരുന്ന നമ്മുടെ ഡൈനാമോസ് 60 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാറുള്ളത്. Consignee is entitled to commission at 5% on normal selling price. അപ്പൊ കൺസൈനി എന്ന് പറയുന്നത് ആർക്കാണ് നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുത്തിട്ടുള്ളത്? ബാനർജി ആൻഡ് കമ്പനി കൽക്കട്ട. അപ്പൊ നമ്മുടെ കൺസൈനി എന്ന് പറയുന്നത് ബാനർജി ആൻഡ് കമ്പനിയാണ്. ബാനർജി ആൻഡ് കമ്പനി കൽക്കട്ട. അവർക്ക് നമ്മുടെ കൺസൈനർ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് കമ്മീഷൻ കൊടുക്കുന്നത്? ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് 5% ഓൺ നോർമൽ സെല്ലിംഗ് പ്രൈസ്. നോർമൽ കമ്മീഷൻ എന്ന് പറയുന്നത് 5%. 5% ഓൺ നോർമൽ സെല്ലിംഗ് പ്രൈസ്. നമ്മുടെ പ്രൊഡക്റ്റ് 50 രൂപ കോസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് 60 രൂപയ്ക്കാണ് സാധാരണ വിൽക്കാറുള്ളത് എന്ന് പറഞ്ഞു. എത്ര പ്രോഡക്റ്റ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളത്? 2000 ഡൈനാമോസ് ആണ്. അപ്പൊ ഈ 2000 ഡൈനാമോസ് 60 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾക്ക് നോർമൽ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത് അതിന്റെ 5% നമ്മൾക്ക് എന്ത് ലഭിക്കും? നോർമൽ കമ്മീഷൻ ആയിട്ട് ലഭിക്കും. ദെൻ പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? 10% അഡീഷണൽ കമ്മീഷൻ ഓൺ എക്സസ് സെയിൽസ്. എക്സസ് സെയിൽസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് 10% കമ്മീഷൻ ലഭിക്കും. അപ്പൊ നോർമൽ സെയിൽസിന് 5% കമ്മീഷൻ, എക്സസ് സെയിൽസിന് 10% കമ്മീഷൻ. ആൻഡ് തേർഡ് വൺ, 1.5% del credere commission on total sales for guaranteeing collection of credit sales. ക്രെഡിറ്റ് സെയിൽസിന്റെ കളക്ഷൻ ഗ്യാരണ്ടി ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ടോട്ടൽ സെയിൽസിന്റെ 1.5%, 1.5/100, 1.5% ഡെൽ ക്രെഡറെ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ കമ്മീഷൻ നമ്മുടെ കൺസൈനിക്ക് കിട്ടുന്ന മൂന്നാമത്തെ കമ്മീഷൻ ആണ് 1.5% ഡെൽ ക്രെഡറെ കമ്മീഷൻ. 1.5% ടോട്ടൽ സെയിൽസിന്റെ ഡെൽ ക്രെഡറെ കമ്മീഷനും കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് കമ്മീഷന്റെ ഡീറ്റെയിൽസ്. ഇനി നമ്മൾക്ക് സെയിൽസിന്റെ ഡീറ്റെയിൽസ് വേണം.
ടോട്ടൽ എത്ര യൂണിറ്റ് ആണ്, എത്രയൊക്കെ രൂപയ്ക്കാണ് സെയിൽസ് നടത്തിയത്. സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ബാനർജി ആൻഡ് കമ്പനി റിപ്പോർട്ടഡ് സെയിൽസ് ഓഫ് 500 ഡൈനാമോസ് അറ്റ് ₹60 ഈച്ച്. എന്താ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാ വിറ്റിട്ടുള്ളത്? 500 ഡൈനാമോസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹60. 60 രൂപയ്ക്ക് 500 ഡൈനാമോ വിറ്റിട്ടുണ്ട്. ദെൻ 200 ഡൈനാമോസ് അറ്റ് ₹75. 200 ഡൈനാമോസ് എത്ര രൂപയ്ക്ക് വിറ്റു? 75 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എക്സസ് സെല്ലിംഗ് പ്രൈസ് ആണ്. 60 രൂപയേക്കാൾ 15 രൂപ കൂട്ടി വിറ്റിട്ടുണ്ട്. ദെൻ അത് ക്യാഷ് ബേസിസിൽ തന്നെയാണ്. 200 ഡൈനാമോസ് 75 രൂപയ്ക്ക് ക്യാഷ് ബേസിസിൽ വിറ്റു. ദെൻ 400 ഡൈനാമോസ് അറ്റ് ₹75 each and another 400 at ₹80 each on credit basis. അപ്പൊ ഇതൊക്കെ ക്യാഷ് സെയിൽസ് ആണ്. ഇനി ക്രെഡിറ്റിൽ എത്ര എണ്ണം വിറ്റിട്ടുണ്ട്? 400 ഡൈനാമോ എത്ര രൂപ വെച്ചിട്ടാണ്? 75 രൂപ. ക്രെഡിറ്റിൽ വിറ്റിട്ടുള്ളത് 400 ഡൈനാമോസ് വിറ്റു, ഒരെണ്ണത്തിന് 75 രൂപ. അതേപോലെ അനദർ 400 at ₹80 each. വീണ്ടും ഒരു 400 എണ്ണം വിറ്റിട്ടുണ്ട്. കടത്തിന് എത്ര രൂപയ്ക്കാണ്? ₹80. അപ്പൊ 4 തരത്തിലുള്ള സെയിൽസ് അവിടെ നടന്നിട്ടുണ്ട്. ഈ ടോട്ടൽ പ്രോഡക്ട്സിന്റെ ടോട്ടൽ യൂണിറ്റ് എത്രയായി? 400, 400, 800, 800, 200, 1000, 1500. 1500 യൂണിറ്റിന്റെ സെയിൽസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ 1500 യൂണിറ്റിന്റെ സെയിൽസ് പല രീതിയിലാണ്. അപ്പോൾ 2000 യൂണിറ്റ് ഡൈനാമോസ് ആണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ പല രീതിയിൽ വിറ്റിട്ടും എത്ര യൂണിറ്റ് മാത്രമേ കൺസൈന് വിറ്റിട്ടുള്ളൂ? 1500 യൂണിറ്റ്സ്. 1500 യൂണിറ്റ്സിന്റെ സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. ആ സെയിൽസ് എങ്ങനെയൊക്കെയാണ്? 500 യൂണിറ്റ് 60 രൂപ വെച്ച്, 200 യൂണിറ്റ് 75 രൂപ വെച്ച്. ഇതൊക്കെ ക്യാഷ് സെയിൽസ്, റെഡി ക്യാഷിന് വിറ്റതാണ്. പിന്നെ ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 400 യൂണിറ്റ് 75 രൂപ വെച്ചും വീണ്ടും ഒരു 400 യൂണിറ്റ് 80 രൂപ വെച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ കൺസൈനിക്ക് എത്ര രൂപ കമ്മീഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്? അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കൺസൈനിക്ക് എത്ര രൂപ കമ്മീഷനായി കൊടുക്കണം. കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. നോർമൽ സെയിൽസിന് 5% ഓൺ സെല്ലിംഗ് പ്രൈസ്. എത്രയാണോ സെയിൽസ് നടത്തിയിട്ടുള്ളത് ആ യൂണിറ്റിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസിന്റെ 5% നോർമൽ കമ്മീഷനായി കൊടുക്കും. ദെൻ എക്സസ് സെയിൽസ് എത്രയാണോ നടത്തിയിട്ടുള്ളത് അതിന് 10% കമ്മീഷൻ കൊടുക്കും. ടോട്ടൽ സെയിൽസിന് 1.5% കമ്മീഷൻ ഡെൽ ക്രെഡറെ കമ്മീഷനായിട്ടും കൊടുക്കും. അപ്പൊ നമുക്ക് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് വരച്ച് ചെയ്യുന്നത് പോലെ ചെയ്യാം, അതല്ലെങ്കിൽ വെറുതെ താഴേക്ക് എഴുതിയിട്ടും ചെയ്യാം. ഇപ്പൊ നമ്മൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വരച്ചാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ 2 എമൗണ്ട് കോളം കൊടുക്കാം. ഹെഡിങ് കൊടുക്കുക കാൽക്കുലേഷൻ ഓഫ് കമ്മീഷൻ പേയബിൾ ടു നമ്മുടെ കൺസൈനിയുടെ പേര് ബാനർജി ആൻഡ് കമ്പനി. പേയബിൾ ടു ബാനർജി ആൻഡ് കമ്പനി. നമ്മുടെ കൺസൈനിക്ക് നമ്മൾ എത്ര രൂപ കമ്മീഷൻ കൊടുക്കണം? അപ്പൊ ഏറ്റവും ആദ്യമായി 3 തരം കമ്മീഷൻ ആണുള്ളത്. നോർമൽ കമ്മീഷൻ, എക്സസ് സെയിൽസിനുള്ള കമ്മീഷൻ, അതുപോലെ തന്നെ ഡെൽ ക്രെഡറെ കമ്മീഷൻ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾക്ക് എന്തെടുക്കാം? നോർമൽ കമ്മീഷൻ 5% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ 1 എന്ന് എഴുതിയിട്ട് എഴുതാ നോർമൽ കമ്മീഷൻ. നോർമൽ കമ്മീഷൻ ഒരു ഹൈഫൺ ഇട്ടിട്ട് 5% ഓൺ സെയിൽസ് ആണ്. എത്ര രൂപയാണോ
നോർമലായി സെയിൽസ് നടത്തുന്നത്. അതിന്റെ മുകളിൽ 5%. അപ്പൊ സെയിൽസിന്റെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. 500 യൂണിറ്റ് 60 രൂപ വെച്ച്, 200 യൂണിറ്റ് 75 രൂപ വെച്ച്, ക്രെഡിറ്റ് സെയിൽസ് 400 യൂണിറ്റ് 75 രൂപ വെച്ച്, 400 യൂണിറ്റ് 80 രൂപ വെച്ച്. അപ്പൊ നമുക്ക് ഇവിടെ താഴെ എഴുതാം ടോട്ടൽ യൂണിറ്റ്സ് സോൾഡ്. ടോട്ടൽ എത്ര യൂണിറ്റ് ആണ് വിറ്റത്? ബ്രാക്കറ്റിൽ കാണിക്കുക. 500 പ്ലസ് 200 പ്ലസ് 400 പ്ലസ് 400. അപ്പൊ 400 400 800, 800ഉം 200ഉം 1000, 1000 കൂടെ 500 കൂട്ടുമ്പോൾ 1500. അപ്പൊ ടോട്ടൽ യൂണിറ്റ്സ് എത്ര രൂപ നമ്മൾ വിറ്റിട്ടുണ്ട്? 1500 യൂണിറ്റ്. ഇനി നോർമൽ സെല്ലിംഗ് പ്രൈസ്. നോർമൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഒരെണ്ണത്തിന് ₹60. ഒരു ഡൈനാമോക്ക് എത്ര രൂപയാണ് നോർമൽ സെല്ലിംഗ് പ്രൈസ്? 60 രൂപ. അപ്പൊ therefore ടോട്ടൽ നോർമൽ സെയിൽസ് എത്രയാണ്? ടോട്ടൽ സെയിൽസ് അറ്റ് നോർമൽ റേറ്റ് എങ്ങനെയാ വരിക? ബ്രാക്കറ്റിൽ കാണിക്കുക. 1500 ഇൻറ്റു 60. അപ്പൊ 1500നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 90,000. അപ്പൊ ടോട്ടൽ നോർമൽ സെയിൽസ് എത്രയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്? 90,000. അപ്പൊ 90,000 സെയിൽസ് ഉണ്ടായാൽ ആ സെയിൽസിന്റെ എത്ര ശതമാനമാണ് നോർമൽ കമ്മീഷൻ? 5%. അപ്പൊ താഴെ therefore നോർമൽ കമ്മീഷൻ എത്രയാ വരിക? നോർമൽ കമ്മീഷൻ എന്ന് പറയുന്നത് 1500 യൂണിറ്റ് ആണ് വിറ്റത് 90,000 രൂപയ്ക്ക്. അപ്പോ 90,000 ഇൻറ്റു എത്രയാണ്? 5% ആണ്. 5% അല്ലെങ്കിൽ 5/100. അപ്പൊ 9 5 45. അപ്പൊ ടോട്ടൽ എത്ര വരും? 4500 രൂപ. അപ്പൊ നോർമൽ കമ്മീഷൻ ആയിട്ട് നമ്മുടെ ബാനർജി ആൻഡ് കമ്പനിക്ക് കിട്ടാൻ അർഹതയുള്ള എമൗണ്ട് ആണ് 4500. അപ്പൊ ഫസ്റ്റ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നോർമൽ കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 90,000 രൂപയുടെ സെയിൽസ് ആണ് നോർമൽ സെയിൽസ്. അതിന്റെ 5%. അപ്പൊ എത്ര രൂപയായി? 4500. ഇനി രണ്ടാമത്തെ സ്റ്റേജിലെ സെയിൽസ് എന്താണ്? എക്സസ് സെയിൽസ്. നമുക്ക് ടോട്ടൽ എത്രയാണോ സെയിൽസ് ഉണ്ടായത് അതും എക്സസ് സെയിൽസ് എത്രയാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നുകിൽ ടോട്ടൽ സെയിൽസ് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കാം. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ താഴെ വർക്കിംഗ് നോട്ടായിട്ട് ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ സെയിൽസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ എഴുതിയാലും മതി. 500 ഇൻറ്റു 60, അതേപോലെ 200 ഇൻറ്റു 75, 400 ഇൻറ്റു 75, 400 ഇൻറ്റു 80. അതാണ് അതിന്റെ എമൗണ്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. 500 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ 30,000. വേണമെങ്കിൽ അതൊന്ന് എടുത്ത് എഴുതാം. ടോട്ടൽ സെയിൽസ് താഴെ എഴുതാം. 500 യൂണിറ്റ്സ് at the rate of 60. 500 യൂണിറ്റ് എത്ര രൂപ വെച്ച് വിറ്റിട്ടുണ്ട്? 60 രൂപ. അപ്പൊ എമൗണ്ട് 30,000. Then രണ്ടാമത് എങ്ങനെയാ? 200 യൂണിറ്റ്സ് at the rate of 75. 200 യൂണിറ്റ്സ് at the rate of ₹75. അപ്പൊ 75 ഇൻറ്റു 2 150. അപ്പൊ 150 2 0 കൂട്ടുമ്പോൾ 15,000. അപ്പൊ ആദ്യം ഒരു 30,000, പിന്നെ ഒരു 15,000. ദെൻ അടുത്തത് എങ്ങനെയാ? മൂന്നാമത്തെ സെയിൽസ് 400 യൂണിറ്റ്സ് at the rate of ₹75. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 30,000. ഒരു സെയിൽസും കൂടെ ഉണ്ട്. 400 യൂണിറ്റ്സ് at the rate of 80. 80 രൂപ വെച്ച്
400 യൂണിറ്റ്. അപ്പൊ എത്രയാ വരാ? 32,000. അപ്പൊ ടോട്ടൽ യൂണിറ്റ് നമ്മൾ വിറ്റത് 1500 യൂണിറ്റ്. ടോട്ടൽ സെയിൽസ് എത്രയായി? 30,000 പ്ലസ് 15,000 പ്ലസ് 30,000 പ്ലസ് 32,000. അപ്പൊ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 1,07,000. ഇപ്പൊ വർക്കിംഗ് നോട്ടിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കമ്മീഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സസ് സെയിൽസിന്റെ 10%. സോ നോർമൽ കമ്മീഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു 4,500. ഇനി കമ്മീഷനിലെ രണ്ടാമത്തെ എലമെന്റ് ആണ്, സെക്കൻഡ് എലമെന്റ് 10% ഓൺ എക്സസ് സെയിൽസ്. എക്സസ് സെയിൽസിന്റെ 10% അടുത്ത കമ്മീഷൻ. അപ്പൊ ഫസ്റ്റ് കമ്മീഷൻ നോർമൽ കമ്മീഷൻ, അത് 4,500 രൂപ. സെക്കൻഡ് എക്സസ് സെയിൽസിന്റെ 10%. അപ്പൊ നമ്മൾക്ക് ആദ്യം എന്തറിയണം? എക്സസ് സെയിൽസ് അറിയണം. അപ്പൊ താഴെ എഴുതാം ടോട്ടൽ സെയിൽസ് എത്രയാണ്? 1,07,000. നോർമൽ സെയിൽസ്, ടോട്ടൽ സെയിൽസിൽ നിന്ന് നോർമൽ സെയിൽസ് എത്രയാണ്? 90,000. അതായത് 1,500 യൂണിറ്റ് നമ്മൾ 60 രൂപ വെച്ച് വിൽക്കുകയായിരുന്നെങ്കിൽ നോർമൽ സെയിൽസ് എത്രയാണ് വരിക? 90,000. ആക്ച്വൽ സെയിൽസ് 1,07,000 ആണ്. നോർമൽ സെയിൽസ് 90,000. അപ്പൊ എക്സസ് സെയിൽസ് എത്രയാ? ഇവ തമ്മിലുള്ള വ്യത്യാസം 17,000 രൂപ. Therefore, excess sales equal to 107,000 നിന്ന് 90,000 കുറയ്ക്കുമ്പോൾ 17,000, 17,000 രൂപ. അതാണ് എക്സസ് സെയിൽസ്. ഇതിന്റെ 10% കമ്മീഷൻ. അപ്പൊ താഴെ എഴുതാം therefore കമ്മീഷൻ ഈക്വൽ ടു എങ്ങനെയാ വരിക? 17,000 into 10/100. അപ്പൊ എത്ര രൂപ വരും? 1,700 രൂപ. 17,000 രൂപയുടെ 10%, 1,700. അപ്പൊ 2 കമ്മീഷൻ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കമ്മീഷൻ. മൂന്നാമത്തെ കമ്മീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 1.5% ഓൺ ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസിലെ, അപ്പൊ ഇവിടെ പർട്ടിക്കുലേഴ്സിൽ എഴുതാം 3 ഡെൽ ക്രെഡറെ കമ്മീഷൻ. ഡെൽ ക്രെഡറെ കമ്മീഷൻ ബ്രാക്കറ്റിൽ എഴുതാം 1.5. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5% എഴുതാം ഓൺ ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസിന്റെ 1.5% പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ സെയിൽസ് എത്രയാ? നമ്മളിവിടെ വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ താഴെ എഴുതാം ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു 107,000, അതായത് 1,07,000. Therefore കമ്മീഷൻ ഈക്വൽ ടു 1,07,000 into 1.5/100. നിങ്ങളുടെ ടെക്സ്റ്റില് 1.5% എന്നുള്ളതിനെ അവര് 3/100 എന്ന് എഴുതിയിട്ടുണ്ട്. 3/100 അല്ല, 1.75 divided by 100 തന്നെയാണ് ചെയ്യേണ്ടത്. ആൻസർ ഒക്കെ അവർ കറക്റ്റ് ആയിട്ട് 1.5% എമൗണ്ട് ആണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ എഴുതിയപ്പോൾ 3/100 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,07,000ന്റെ 1.5%. അപ്പൊ 1,07,000ന്റെ 1.5% എന്ന് പറയുമ്പോൾ 1,605. അപ്പൊ 3 കമ്മീഷൻ നമ്മൾക്ക് കിട്ടി. ഈ 3ഉം കൂടെ ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. 4,500, 1,700, 1,605. 3ഉം കൂടിയും കൂട്ടുമ്പോൾ 7,805. അതിന്റെ നേർക്ക് പർട്ടിക്കുലേഴ്സിൽ എഴുതാം ടോട്ടൽ കമ്മീഷൻ. നമ്മുടെ കൺസൈനിക്ക് നമ്മൾ നൽകേണ്ട ടോട്ടൽ കമ്മീഷൻ ആണ് 7,805 രൂപ. ഈ 3 കമ്മീഷനും കൂടെ ആഡ് ചെയ്ത ആൻസർ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. അതാണ്
ടോട്ടൽ കമ്മീഷൻ പേയബിൾ ടു കൺസൈനി. നമ്മുടെ കൺസൈനി ആരാണ്? ബാനർജി ആൻഡ് കമ്പനിയാണ്. അപ്പോൾ ബാനർജി ആൻഡ് കമ്പനിക്ക് നമ്മൾ ടോട്ടൽ കമ്മീഷൻ എത്ര രൂപ കൊടുക്കണം? 7805 രൂപ കൊടുക്കണം. അപ്പൊ 3 തരം കമ്മീഷൻ ആണ് ഇതിലുള്ളത്. നോർമൽ കമ്മീഷൻ, എക്സസ് സെയിൽസിനുള്ള സ്പെഷ്യൽ കമ്മീഷൻ, മൂന്നാമത്തെ കമ്മീഷൻ ആയിട്ടുള്ള ഡെൽ ക്രെഡറെ കമ്മീഷൻ. അപ്പൊ ഈ 3 കമ്മീഷനും നമ്മൾ വേറെ വേറെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് ആയി ചെയ്താലും കുഴപ്പമില്ല. സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരൊറ്റ ഇതിൽ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ വേറെ വേറെ കാൽക്കുലേഷൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ടെക്സ്റ്റിൽ എഴുതിയതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, 3/100 എന്ന് എഴുതിയത് തെറ്റാണ്. ലാസ്റ്റില് ഇവിടെ 1,07,000 ഇൻറ്റു 3/100 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എമൗണ്ട് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ ആ 3/100നെ നിങ്ങൾ എന്താക്കി മാറ്റണം? 1.5/100 ആക്കി മാറ്റണം. നെക്സ്റ്റ്, ഇനി കൺസൈൻമെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബുക്കുകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് നമ്മുടെ കൺസൈനറും കൺസൈനിയും പ്രിപ്പയർ ചെയ്യുന്നത്. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഗുഡ്സിന്റെ ഡെസ്പാച്ച് ആണെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും എന്തായി കൺസിഡർ ചെയ്യാറില്ല? ഒരു സെയിൽസിനെ പോലെ കൺസിഡർ ചെയ്യാറില്ല. കൺസൈനർ കുറച്ച് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കുന്ന ഈ കൺസൈൻമെന്റിനെ നമ്മൾ ഒരിക്കലും സെയിൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇവിടെ പ്രധാനമായും 2 പാർട്ടീസ് ആണുള്ളത്. ഒരാള് കൺസൈനർ, പിന്നെ ഒരാള് കൺസൈനി. ഇവരാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് കൺസൈനർ. കൺസൈനർ എന്ന് പറയുമ്പോൾ ആരാണോ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്നത് അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസൈനർ എന്ന് പറയുന്നത്. കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിലൂടെ ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ആളാണ് കൺസൈനർ. അദ്ദേഹം മെയിൻ ആയിട്ടും പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ്. ദെൻ രണ്ടാമതായി കൺസൈനി അക്കൗണ്ട്. അപ്പൊ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ട്, പിന്നെ ഒന്ന് കൺസൈനി അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കൺസൈൻമെന്റിനെ ഒരിക്കലും നമ്മൾ സെയിൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ കൺസൈൻമെന്റിൽ നിന്നുമുള്ള പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ കൺസൈൻമെന്റിനും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഓരോ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ദ കൺസൈനർ പ്രിപ്പയേഴ്സ് സെപ്പറേറ്റ് കൺസൈൻമെന്റ് അക്കൗണ്ട്സ് ഫോർ ഈച്ച് കൺസൈൻമെന്റ് and he calculate the profit arising from each consignment separately. അപ്പോൾ കൺസൈനർ ഓരോ കൺസൈൻമെന്റിനും വേറെ വേറെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതാത് കൺസൈൻമെന്റിൽ നിന്ന് നമ്മൾക്ക് ലാഭമാണോ ഉണ്ടായത് നഷ്ടമാണോ ഉണ്ടായത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കുന്നുണ്ടായിരിക്കുക? ഒന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസൈൻഡ്. ആ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം ചെലവുകൾ വന്നു. അതേപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം, സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ദ കൺസൈൻഡ് ഗുഡ്സ്, അതല്ലേ നമ്മുടെ വരുമാനം. അതിൽ നിന്ന് ചെലവ് കുറച്ചാലല്ലേ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാൻ കഴിയുക. അപ്പോൾ കൺസൈൻമെന്റിൽ നിന്ന് നമുക്ക് സെയിൽസ് പ്രൊസീഡ്സിലൂടെ എത്ര ഇൻകം കിട്ടി അത് നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതുപോലെ കൺസൈൻമെന്റിന് വേണ്ടി എന്തെല്ലാം എക്സ്പെൻസുകളാണ് ചെലവായത് അതും റെക്കോർഡ് ചെയ്ത് വെക്കും. ദെൻ അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, കൺസൈൻമെന്റിൽ കൊടുത്തയച്ച ഗുഡ്സ് മുഴുവനൊന്നും ചിലപ്പോൾ വിറ്റുപോയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്ലോസിംഗ് സ്റ്റോക്കും റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള വിശദാംശങ്ങളാണ് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എഴുതുന്നത്. ദെൻ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന രണ്ടാമത്തെ അക്കൗണ്ട് ആണ് കൺസൈനി അക്കൗണ്ട്.
കൺസൈനി അക്കൗണ്ട് നമ്മൾ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ഹൗ മച്ച് എമൗണ്ട് ഡ്യൂ ഫ്രം ഹിം, നമ്മൾക്ക് എത്ര രൂപയാണ് ഇനിയും അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത്. അപ്പൊ നമ്മൾ ഡെസ്പാച്ച് ചെയ്ത ഗുഡ്സ് വിറ്റാൽ ഏകദേശം ഇത്ര രൂപ കിട്ടുമെന്ന് നമ്മൾക്ക് അറിയാം. അത് സെയിൽസ് ഉണ്ടാകുമ്പോഴേ അവർ നമ്മൾക്ക് ഇങ്ങോട്ട് റെമിറ്റ് ചെയ്യുന്നുള്ളൂ. ആദ്യം കൺസൈനർ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ഒക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതും അതേപോലെ അഡ്വാൻസ് ആയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് കൺസൈനി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ 2 അക്കൗണ്ട് ആണ് കൺസൈനർ മെയിൻ ആയിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ടും പിന്നെ ഒന്ന് കൺസൈനി അക്കൗണ്ടും. ഇനി വരുന്നത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിയാണ്. കൺസൈൻമെന്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ രണ്ടാമത് വരുന്ന പാർട്ടിയാണ് കൺസൈനി, ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആള്. അയാൾക്ക് ആകെ ഒരൊറ്റ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ആരുടെ അക്കൗണ്ട് ആണ്? കൺസൈനേഴ്സ് അക്കൗണ്ട്. നമ്മൾക്ക് ഗുഡ്സ് ഇങ്ങോട്ട് അയച്ചു തന്നു, അതിൽ നിന്ന് ഇത്ര വിറ്റു, ഇത്ര അഡ്വാൻസ് കൊടുത്തു, ഇത്ര കമ്മീഷൻ കിട്ടാനുണ്ട്, ഇത്ര എക്സ്പെൻസ് അതിൽ നിന്ന് കൺസൈനി മീറ്റ് ചെയ്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് കൺസൈനർ എന്ന് പറയുന്ന അക്കൗണ്ട്. ആര് പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളാണ്. ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ടും പിന്നെ ഒന്ന് കൺസൈനി അക്കൗണ്ടും. കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കൺസൈനേഴ്സ് അക്കൗണ്ട്. ഇനി ഏതെല്ലാം അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ എവിടെ നിന്നാണ് എഴുതി തുടങ്ങുന്നത്? ജേണൽ എൻട്രീസിൽ നിന്നാണ് റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ കൺസൈനറുടെ ബുക്സിലാണെങ്കിലും കൺസൈനിയുടെ ബുക്കിലാണെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ നടന്ന ട്രാൻസാക്ഷനുകളുടെ ജേണൽ എൻട്രി തന്നെയാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജേണൽ എൻട്രീസ്. ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷനുകളെ എങ്ങനെയാണ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾക്കറിയാം ഒരു ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ജേണൽ എൻട്രീസ് ആണ് ഏറ്റവും ആദ്യമായി ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനറുടെ ബുക്സിൽ എന്തെല്ലാം ജേണൽ എൻട്രികളാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ കൺസൈനറുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് എന്താ? ഗുഡ്സ് നമ്മുടെ കൺസൈനിക്ക് അയച്ചു കൊടുക്കുക, കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ടു കൺസൈനി. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അതിന്റെ ജേണൽ എൻട്രി തന്നെയാണ് എഴുതുന്നത്. when there is a dispatch of goods to കൺസൈനി, നമ്മൾ കൺസൈനിക്ക് കുറച്ച് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്? അപ്പൊ നമ്മൾക്കറിയാം കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല? സെയിൽസ് അല്ല. നമ്മൾ ഒരാൾക്ക് ഗുഡ്സ് വിറ്റ് ക്യാഷ് വാങ്ങിക്കുന്നതല്ല. നമ്മൾ കൊടുത്തയക്കുന്ന ഗുഡ്സിനെ നമ്മൾ പറയുന്ന വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്, കൺസൈനിയെ ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ കൺസൈൻമെന്റ് എന്നുള്ള ഈ പ്രോസസ്സിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു? കൺസൈനർ ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. ടു സെയിൽസ് എന്നല്ല നമ്മൾ എഴുതുന്നത്, ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇപ്പോ ഇവിടെ ഒരുപാട് കൺസൈനീസ് ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾക്ക് ആകെ ഒരു കൺസൈൻമെന്റ് ഉള്ളുവെങ്കിൽ ഒരു കുഴപ്പമില്ല, കൺസൈൻമെന്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഡിഫറെന്റ് കൺസൈനീസും ഡിഫറെന്റ് കൺസൈൻമെന്റും ഉണ്ടെങ്കിൽ ഓരോ കൺസൈൻമെന്റിന്റെയും ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൺസൈനിയുടെ പേര് അല്ലെങ്കിൽ അതാത് കൺസൈൻമെന്റിന്റെ നമ്പർ ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു വിശദാംശം കൂടെ കൺസൈൻമെന്റിന്റെ കൂടെ എഴുതണം. വെറും കൺസൈൻമെന്റ് എന്ന് മാത്രമല്ല, കൺസൈൻമെന്റിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കൂടി റെക്കോർഡ് ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയാവുമ്പോൾ ഒരുപാട് കൺസൈനീസും ഒരുപാട് കൺസൈൻമെന്റ്സും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഫസ്റ്റിലെ ജേണൽ എൻട്രി ഗുഡ്സ് ഡെസ്പാച്ച്ഡ് ടു കൺസൈനി. നമ്മൾ ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കുമ്പോഴാണ് എഴുതുന്നത്. ഏത് ജേണൽ എൻട്രി എഴുതുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്.
ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി എപ്പോഴാണ് എഴുതുന്നത്? എനി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ. നമ്മുടെ കൺസൈനർക്ക് ഒരുപാട് എക്സ്പെൻസുകൾ നമ്മൾ പറഞ്ഞു, റിക്കറിങ്ങും നോൺ റിക്കറിങ്ങും ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. കൺസൈനർക്കും എക്സ്പെൻസ് വരും, കൺസൈനിക്കും എക്സ്പെൻസ് വരും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ നമ്മുടെ കൺസൈനർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ കൺസൈൻമെന്റിന് വേണ്ടി നമ്മൾക്ക് ചെലവ് ചെയ്യുകയാണ്, ചെലവ് നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ഇവിടെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ലേ, അപ്പൊ ടു ബാങ്ക് ഓർ ക്യാഷ് ആണ് എഴുതുക. എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എക്സ്പെൻസ് വരുന്നത്? കൺസൈൻമെന്റ്. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ എഴുതുക? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അപ്പൊ കൺസൈൻമെന്റുമായി റിലേറ്റഡ് ആയി എന്തെങ്കിലും എക്സ്പെൻസുകൾ നമ്മുടെ കൺസൈനർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. ഇനി മൂന്നാമതായി പറയുന്നത് എനി അഡ്വാൻസ് മെയ്ഡ് ബൈ ദ കൺസൈനി. കൺസൈൻമെന്റിൽ ഗുഡ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം പേയ്മെന്റ് എപ്പോഴേ കിട്ടുള്ളൂ, എപ്പോഴാണോ ഈ ഗുഡ്സ് എല്ലാം കൺസൈനി വിൽക്കുന്നത്, ആ വിറ്റതിന് ശേഷം മാത്രമാണ് സെയിൽസ് പ്രൊസീഡ്സ് ലഭിക്കുന്നത്. അപ്പൊ ആ ഗുഡ്സ് അവരുടെ കയ്യിലേക്ക് നമ്മൾ കൈമാറുന്നു. അതിന് പകരമായിട്ട് നമ്മൾ ആ ഗുഡ്സിന്റെ റിസ്ക് ഫുള്ള് നമ്മുടെ അടുത്താണ്, പക്ഷെ ഗുഡ്സ് കൺസൈനിയുടെ കയ്യിലുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ആയി കളക്ട് ചെയ്യും. നമ്മുടെ കൺസൈനർ കുറച്ച് അഡ്വാൻസ് എമൗണ്ട് വേണം, ബാക്കിയെല്ലാം ഗുഡ്സ് വിറ്റിട്ട് തന്നാൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെ അഡ്വാൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെക്കായിട്ട് കളക്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ ബില്ലായിട്ടും കളക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുന്നത്? ക്യാഷ് അല്ലെങ്കിൽ ചെക്കൊക്കെ നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടാണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോ ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ. ചിലപ്പോൾ പൈസ ആയിരിക്കാം, ചിലപ്പോൾ ചെക്ക് ആയിരിക്കാം, ചിലപ്പോൾ ബിൽസ് റെസീവബിൾ ആയിരിക്കാം. അപ്പൊ ക്യാഷ്, ബാങ്ക് ഓർ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനീസ് അക്കൗണ്ട്. ആരാണ് നമുക്ക് പൈസ തരുന്നത്? ക്രെഡിറ്റ് ദ ഗിവർ. കൺസൈനി അല്ലെ അഡ്വാൻസ് തരുന്നത്, അപ്പൊ ടു കൺസൈനീസ് അക്കൗണ്ട്. ഇനി അടുത്ത ജേണൽ എന്ന് പറയുന്നത് ജേണൽ എൻട്രി ബിൽസ് റെസീവബിൾ. നമുക്കിപ്പോ ഇവിടെ ഒരു ബിൽസ് റെസീവബിൾ കിട്ടിയില്ലേ? അഡ്വാൻസ് ചോദിച്ചപ്പോ കൺസൈനി നമ്മൾക്ക് ബിൽസ് റെസീവബിൾ ആണ് തന്നതെങ്കിൽ ആ ബിൽസ് നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യും. അങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എഴുതുന്ന ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾക്ക് 10,000 രൂപയുടെ ബില്ലാണ്, അത് 300 രൂപ ഡിസ്കൗണ്ടിലാണ് കൊടുത്തതെങ്കിൽ 9,700 ക്യാഷ് കിട്ടും, 300 ഡിസ്കൗണ്ടും 10,000ന്റെ ബില്ലും. അപ്പൊ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ. ഡിസ്കൗണ്ട് നമുക്ക് നഷ്ടമാണ്, അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപയാണോ കിട്ടിയത് ആ എമൗണ്ട് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റെസീവബിൾ അക്കൗണ്ട്. നമ്മൾ ബിൽസ് റെസീവബിൾ ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എഴുതി വെക്കുന്ന ജേണൽ എൻട്രി ആണ് അത്. ഇത്രയുമാണ് ആദ്യത്തെ 4 ജേണൽ എൻട്രി. ഫിഫ്ത്ത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് റെസിപ്റ്റ് ഓഫ് അക്കൗണ്ട് സെയിൽസ് ഫ്രം കൺസൈനി. കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അക്കൗണ്ട് സെയിൽസ്. അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ഗുഡ്സ്, ആ ഗുഡ്സിന്റെ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ ആ ഗുഡ്സിൽ നിന്ന് എത്ര രൂപ സെയിൽസ് പ്രൊസീഡ്സ് കിട്ടി, അതുപോലെ കൺസൈനിക്ക് എന്തെല്ലാം എക്സ്പെൻസുകളാണ് മീറ്റ് ചെയ്യേണ്ടി വന്നത്, ദെൻ കൺസൈനിക്ക് എത്രമാത്രം കമ്മീഷൻ ലഭിക്കാനുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം. ബാക്കി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ് ഇനി ഇദ്ദേഹത്തിന് കൺസൈനർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അക്കൗണ്ട് സെയിൽസ്. അപ്പോൾ ഗുഡ്സിന്റെ സെയിൽസ് നടത്തി കഴിഞ്ഞാലാണ് നമ്മുടെ കൺസൈനി എന്ത് ചെയ്യുന്നത്? ഈ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്ത് കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൺസൈനിയുടെ കയ്യിൽ നിന്ന് അക്കൗണ്ട് സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമാണ് റെക്കോർഡ് ചെയ്തു വെക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു അതില് സെയിൽസ് പ്രൊസീഡ്സ് ഉണ്ടായിരിക്കും,
എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, കമ്മീഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മൂന്നെണ്ണത്തിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതും? 3 ജേണൽ എൻട്രി എഴുതും. അപ്പൊ ഏറ്റവും ആദ്യമായി എഴുതുന്നത് ഫോർ സെയിൽസ് മെയ്ഡ് ബൈ കൺസൈനി. നമ്മൾ ഡെസ്പാച്ച് ചെയ്ത് കൊടുത്ത ഗുഡ്സിൽ എത്ര യൂണിറ്റ് ആണ് നമ്മുടെ കൺസൈനി വിറ്റത്, ആ സെയിൽസിനെ കുറിച്ച് എഴുതുന്ന ജേണൽ എൻട്രി ആണ് കൺസൈനീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ്. അപ്പൊ ആ കൺസൈൻമെന്റ് എന്നുള്ള അക്കൗണ്ട് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? ബൈ കൺസൈനി. കൺസൈനിയുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാണ്, സെയിൽസിലൂടെ റവന്യൂ കിട്ടാണ്. അപ്പൊ അത് ക്രെഡിറ്റിലാണ് എഴുതുന്നത്. അപ്പൊ ഇനി വരുന്ന ചെലവുകളൊക്കെ നമ്മൾ എവിടെയായിരിക്കും എഴുതേണ്ടി വരിക? ഡെബിറ്റ് സൈഡില്. വരുമാനം ക്രെഡിറ്റിലാണെങ്കിൽ ചെലവ് ഡെബിറ്റിലല്ലേ? അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ധാരണ വേണം. അപ്പൊ കൺസൈനിയുടെ കയ്യിൽ നിന്നും സെയിൽസ് പ്രൊസീഡ്സ് ലഭിച്ചാൽ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി ആണ് കൺസൈനീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇനി ബാക്കി വരുന്ന 2 ജേണൽ എൻട്രി എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഒന്ന് കൺസൈനീസ് എക്സ്പെൻസസ്, കൺസൈനി കൊടുത്തിട്ടുള്ള എക്സ്പെൻസുകൾ. അപ്പൊ ചെലവാണ്, നമ്മൾക്ക് അതിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടില്ല, ചെലവിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡെബിറ്റിൽ എഴുതാം. അപ്പൊ എങ്ങനെയാ എഴുതാ? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി. അപ്പൊ സെയിൽസ് പ്രൊസീഡ്സ് കിട്ടിയപ്പോ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ ബൈ കൺസൈനിയാണ് എഴുതിയത്. അപ്പൊ കൺസൈനിയുടെ എക്സ്പെൻസിന്റെ സമയം വന്നപ്പോ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? ടു കൺസൈനി എന്ന് പറഞ്ഞു എഴുതും. ഇനി മൂന്നാമത് കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുമ്പോഴാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടല്ല കിട്ടുന്നത്, കൺസൈനിക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതും എവിടെയാണ് എഴുതുന്നുണ്ടാവുക? ഡെബിറ്റ് സൈഡിൽ. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയാ വരുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി. അപ്പൊ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സെയിൽസ് പ്രൊസീഡ്സ് വരുമ്പോൾ നമ്മൾ ഇവിടെ എഴുതും ഇത്ര രൂപ വസ്തുക്കൾ വിറ്റ് കിട്ടി. പിന്നെ ബാക്കി കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുമ്പോഴും ഡെബിറ്റിലാണ്, കൺസൈനിയുടെ എക്സ്പെൻസും ഡെബിറ്റിലാണ്. കൺസൈനിക്ക് എന്തെല്ലാം നമ്മൾ അങ്ങോട്ട് നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം എന്തൊക്കെയാണോ കുറയ്ക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ എവിടെ എഴുതുന്നത്? ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പൊ കൺസൈനിയുടെ കയ്യിൽ നിന്നും അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ നമ്മൾ 3 ജേണൽ എൻട്രി എഴുതും. എന്തിന്റെയൊക്കെയാണ്? ഒന്ന് സെയിൽസ് പ്രൊസീഡ്സ്, പിന്നെ ഒന്ന് കൺസൈനീസ് എക്സ്പെൻസസ്, പിന്നെ ഒന്ന് കൺസൈനീസ് കമ്മീഷൻ. ഇനി 6ാമത്തെ ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കൺസൈനി. നമ്മൾ കൺസൈനിക്ക് കുറെ ഗുഡ്സ് അയച്ചു കൊടുത്തു, ഇതെല്ലാം വിറ്റ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൺസൈനിക്ക് കുറെ ഗുഡ്സ് അയച്ചു കൊടുത്തു. അപ്പൊ ചില സാഹചര്യങ്ങളിൽ കൺസൈനി എന്ത് ചെയ്യും? അതിൽ നിന്ന് കുറച്ച് ഗുഡ്സ് നമ്മൾക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചയച്ചു തരും, റിട്ടേൺ ചെയ്യും. അപ്പൊ അങ്ങോട്ട് കൊടുത്തയക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ജേണൽ എൻട്രി എഴുതിയിരുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ആണ്. അപ്പൊ അത് തിരിച്ചു കിട്ടുമ്പോൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി എങ്ങനെ എഴുതാ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അതായത് കൺസൈനിക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്ത ഗുഡ്സിൽ നിന്നും കുറച്ച് ഗുഡ്സ് നമുക്ക് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്ന എൻട്രിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് എങ്ങനെ പറഞ്ഞു എഴുതും? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇനി അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റിന്റെ ആണ്. ഇഫ് ദർ ഈസ് എ ബാഡ് ഡെപ്റ്റ്, ഈ ബാഡ് ഡെപ്റ്റ് ഏത് കേസിൽ മാത്രമേ നമ്മൾ സഹിക്കേണ്ടി വരുള്ളൂ? കൺസൈനർ സഫർ ചെയ്യേണ്ടത് ഡെൽ ക്രെഡറെ കമ്മീഷൻ നൽകുന്നില്ലെങ്കിൽ. ഡെൽ ക്രെഡറെ കമ്മീഷൻ കൺസൈനർ കൺസൈനിക്ക് നൽകുന്നുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് സഹിക്കേണ്ടത് കൺസൈനിയാണ്. കാരണം ഡെപ്റ്റ് റിക്കവറിയുടെ റിസ്കിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമ്മീഷൻ ആണ് ഡെൽ ക്രെഡറെ കമ്മീഷൻ. പക്ഷെ നമ്മൾ അത് നൽകുന്നില്ലെങ്കിൽ കൺസൈനർ കൺസൈനിക്ക് ഡെൽ ക്രെഡറെ കമ്മീഷൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് എടുക്കേണ്ടത് കൺസൈനർ ആണ്. അപ്പൊ ബാഡ് ഡെപ്റ്റ് ഇൻകർ ചെയ്താൽ നമ്മൾ ഏത് ജേണൽ എൻട്രി എഴുതണം? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനീസ് അക്കൗണ്ട്. അത് നമ്മൾക്ക് വരുമാനമല്ല,
ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടമല്ലേ, ഇങ്ങോട്ട് കിട്ടേണ്ട ഡെപ്റ്റേഴ്സിന്റെ പൈസയിൽ നിന്ന് കുറച്ച് പൈസ ഇനി കിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മൾക്കത് നഷ്ടമാണ്. അപ്പൊ നമ്മൾക്കത് ഡെബിറ്റ് സൈഡിൽ തന്നെ എൻ്റർ ചെയ്യേണ്ടതായി വരും. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ബാഡ് ഡെപ്റ്റ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനീസ് അക്കൗണ്ട്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ നമ്മൾ ക്രെഡിറ്റിൽ എഴുതും, അങ്ങോട്ട് കൊടുക്കേണ്ടതെല്ലാം ഡെബിറ്റിലും എഴുതും. അപ്പൊ ഇത്രയുമാണ് 7 ജേണൽ എൻട്രി. ഇനി ഒരു 3-4 ജേണൽ എൻട്രി കൂടി നമ്മൾക്ക് പഠിക്കാനുണ്ട്. കൺസൈനറുടെ ബുക്കിൽ എഴുതി വെക്കുന്ന ബാക്കിയുള്ള ജേണൽ എൻട്രീസ്. 8ാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റെമിറ്റൻസ് ബൈ കൺസൈനി ഫോർ ദ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്. നമ്മൾക്കറിയാം, കൺസൈനിക്ക് ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസൈനിയുടെ കയ്യിൽ നിന്ന് കൺസൈനർ എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്യും. ദെൻ സെയിൽസ് നടന്നു കഴിഞ്ഞാൽ കൺസൈനി ഒരു അക്കൗണ്ട് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് കൺസൈനർക്ക് അയച്ചു കൊടുക്കും. ടോട്ടൽ എത്രയാണ് സെയിൽസ് പ്രൊസീഡ്സ് ഉള്ളത്, അതിൽ എത്ര രൂപയാണ് കൺസൈനി മീറ്റ് ചെയ്ത എക്സ്പെൻസ്, കൺസൈനിക്കുള്ള കമ്മീഷൻ എത്രയാണ്, ഇനി എത്ര രൂപ ബാക്കിയാണ് കൺസൈനി കൺസൈനർക്ക് നൽകേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ അക്കൗണ്ട് സെയിൽസ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഫൈനൽ എമൗണ്ട് ഡ്യൂ, കൺസൈനി കൺസൈനർക്ക് നൽകേണ്ട എമൗണ്ട് ഡ്യൂ ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത്? അപ്പൊ അങ്ങനെ സെറ്റിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കൺസൈനി ക്യാഷ് ആയിരിക്കും നൽകുന്നത്, അല്ലെങ്കിൽ ചെക്ക് ആയിരിക്കും, അതുമല്ലെങ്കിൽ ബിൽസ് റെസീവബിൾ ആയിരിക്കും. അപ്പൊ എന്താണോ ലഭിക്കുന്നത് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനീസ് അക്കൗണ്ട്. നമ്മൾക്ക് ആരാ ഇത് നൽകുന്നത്? ഈ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ ബിൽസ് റെസീവബിൾ നമ്മൾക്ക് നൽകുന്നത് ആരാണ്? കൺസൈനിയാണ്. അപ്പൊ ക്രെഡിറ്റ് ദ ഗിവർ ടു കൺസൈനീസ് അക്കൗണ്ട്. അപ്പൊ കൺസൈനി ഫുൾ സെറ്റിൽമെന്റ് നടത്തുമ്പോൾ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനീസ് അക്കൗണ്ട്. ദെൻ അടുത്തതായി വരുന്നത് നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഡെബിറ്റിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കൺസൈൻമെന്റ് അക്കൗണ്ട് ലാസ്റ്റിൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്. നമ്മൾക്ക് കൺസൈൻമെന്റിൽ നിന്ന് ലാഭമാണോ കൺസൈൻമെന്റിൽ നിന്ന് നഷ്ടമാണോ ഉണ്ടായത് എന്നറിയാൻ ഈ ക്ലോസിംഗ് ബാലൻസ് വേണം. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ കൂടുതലും ഡെബിറ്റ് സൈഡ് ടോട്ടൽ കുറവാണെന്ന് വിചാരിക്കാം. അപ്പൊ ഡെബിറ്റിലാണ് ബാലൻസ് വരിക. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാം കൺസൈൻമെന്റിൽ നിന്ന് നമ്മൾക്ക് ലാഭമാണ്. അപ്പൊ പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ബാലൻസ് എവിടെയായിരിക്കും? ഡെബിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അപ്പോൾ ബാലൻസ് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അപ്പൊ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് എങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് പറഞ്ഞെഴുതും? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയാ വരിക? ഇഫ് ദർ ഈസ് പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ്, the journal entry will be consignment account debtor to profit and loss account. ഇനി തിരിച്ചാണ് എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾക്ക് കൺസൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ക്രെഡിറ്റിലാണ് ബാലൻസ്, ഡെബിറ്റിൽ ബാലൻസ് വരുമ്പോൾ പ്രോഫിറ്റ് ആണ്, അപ്പൊ നമ്മൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. ഇനി ക്രെഡിറ്റിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. അതായത് ലോസ് നഷ്ടമാണ്, നഷ്ടമാണെങ്കിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ജേണൽ എൻട്രി എന്താ വരിക? നഷ്ടമാണെങ്കിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതണം. അപ്പൊ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും, ലോസ് ഓൺ കൺസൈൻമെന്റ് ആണെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക. ഏത് സൈഡിൽ ബാലൻസ് വന്നാലും നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്.
അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 10ാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്ലോസിംഗ് എൻട്രി ഫോർ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. നമ്മൾ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുമ്പോഴും ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോഴും എല്ലാം എഴുതുന്ന അക്കൗണ്ട് ആണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. അതെങ്ങനെയാ ക്ലോസ് ചെയ്യുന്നത്? അപ്പൊ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എന്ത് ബാലൻസ് വന്നാലും അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സുമായി റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി ആണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാലൻസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ജേണൽ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് ജേണൽ എൻട്രി കൺസൈനറുടെ ബുക്സിൽ വരുന്ന ലാസ്റ്റ് ജേണൽ എൻട്രി ആണ് ജേണൽ എൻട്രി ഫോർ അൺസോൾഡ് സ്റ്റോക്ക് വിത്ത് കൺസൈനി. നമ്മൾ കൺസൈനിക്ക് കുറെ ഗുഡ്സ് അയച്ചു കൊടുത്തു വിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. ഇപ്പൊ 2023 ജനുവരിയിൽ നമ്മൾ ഒരു 10,000 യൂണിറ്റ് ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുത്തു. ഈ 10,000 യൂണിറ്റ് നിങ്ങൾ 2023 വിൽക്കണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തു. പക്ഷേ അവർക്ക് 8,000 യൂണിറ്റ് വിൽക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ ബാക്കി 2,000 യൂണിറ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. 10,000 യൂണിറ്റ് ആണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്തത്. അതിൽ 8,000 യൂണിറ്റ് അവർ സെയിൽസ് നടത്തി. ബാക്കി വരുന്ന 2,000 യൂണിറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാവും. അങ്ങനെ കൺസൈനിയുടെ അടുത്ത് വിൽക്കാതെ ബാക്കി വരുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ അൺസോൾഡ് സ്റ്റോക്ക് വിത്ത് കൺസൈനി എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരു പേര് പറയും, അതാണ് കൺസൈൻമെന്റ് സ്റ്റോക്ക്. അപ്പൊ കൺസൈൻമെന്റ് സ്റ്റോക്ക് മീൻസ് ദ ഗുഡ്സ് ലൈങ് വിത്ത് ദ കൺസൈനി അൺസോൾഡ്. വിൽക്കാതെ കൺസൈനിയുടെ കയ്യിൽ ബാക്കിയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ കൺസൈൻമെന്റ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ജേണൽ എൻട്രി കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പൊ അത് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഗുഡ്സ് അൺസോൾഡ് വിത്ത് കൺസൈനി ഉണ്ടെങ്കിൽ, അതല്ല നമ്മുടെ കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്? കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക്. അപ്പൊ അൺസോൾഡ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ജേണൽ എൻട്രി എന്താണ് നമ്മൾ എഴുതേണ്ടത്? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പൊ കൺസൈനറുടെ കയ്യിലുള്ള ജേണൽ ബുക്കില് റെക്കോർഡ് ചെയ്തു വെക്കുന്ന ജേണൽ എൻട്രീസ് ആണ് ഈ 11 എണ്ണം. ഈ 11 ജേണൽ എൻട്രീസും, അതായത് ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്നതിലാണ് നമ്മൾ തുടങ്ങിയത്. കൺസൈനിക്ക് ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്നതിൽ തുടങ്ങി അയാളുടെ കൺസൈനിയുടെ കയ്യിലുള്ള അൺസോൾഡ് സ്റ്റോക്ക് വരെ അത്രയുമുള്ള ട്രാൻസാക്ഷനുകൾ ആരെഴുതി വെക്കും? നമ്മുടെ കൺസൈനർ ജേണൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്തു വെക്കും. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിൽ നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ കൺസൈനർ. കൺസൈൻമെന്റിൽ കൺസൈനർ എന്തെല്ലാം അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്നുള്ള ടോപ്പിക് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ഈച്ച് കൺസൈൻമെന്റ് ഈസ് accounted separately in order to know about the profit or loss arising from each consignment. ഓരോ കൺസൈൻമെന്റും നമ്മൾ വേറെ വേറെ കണക്കെഴുതും. കാരണം ഒരു കൺസൈൻമെന്റിൽ നിന്നുണ്ടായ ലാഭം എത്ര, ഓരോന്നിൽ നിന്നും ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും വേറിട്ടറിയുന്നതിന് വേണ്ടി ഓരോ കൺസൈൻമെന്റിനെയും നമ്മൾ വേറെ വേറെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ അക്കൗണ്ട് ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മുടെ കൺസൈൻമെന്റ് ട്രാൻസാക്ഷനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യും. അതായത് കൺസൈനിക്ക് ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്നത് മുതൽ
ആ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്നത്, കൺസൈനർക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസുകൾ, കൺസൈനിയുടെ എക്സ്പെൻസ്, കൺസൈനിക്കുള്ള കമ്മീഷൻ, കൺസൈനി അവര് എന്തെങ്കിലും തരത്തിലെ ഗുഡ്സ് തിരിച്ച് അയക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത ഗുഡ്സ് കൺസൈനി ഇങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള അൺസോൾഡ് സ്റ്റോക്ക്, അതായത് എന്തെങ്കിലും ഗുഡ്സ് ബാക്കി വിൽക്കാൻ കഴിയാതെ ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഗുഡ്സുമായി റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിലെ സബ്ജക്റ്റ് മാറ്ററായ ഗുഡ്സുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന അക്കൗണ്ടാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? കൺസൈൻമെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും. എന്നിട്ടാണ് കൺസൈൻമെന്റിലൂടെ നമുക്ക് ലാഭമുണ്ടായോ നഷ്ടമുണ്ടായോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള ഒരു കൺസൈൻമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞെഴുതും? ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ആദ്യം ഇയറിന്റെ തുടക്കത്തില് നമ്മൾ ഗുഡ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുതിയതായി ഒരു ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ലാത്ത കൺസൈൻമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ അത് ഡെബിറ്റ് സൈഡിൽ എഴുതും ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. അടുത്തതായി നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കൺസൈനർക്ക് കുറെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായി വരും. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസിന് വേണ്ടി കൺസൈനർ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇവിടെ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഇനി കൺസൈനിയുമായി റിലേറ്റ് ചെയ്തതാണ് അടുത്ത 3 ഐറ്റം. ഒന്ന്, കൺസൈനി ഏതെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസൈനിയുടെ എക്സ്പെൻസ്, അതിന് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ടു കൺസൈനീസ് അക്കൗണ്ട്, കൺസൈനിയുടെ എക്സ്പെൻസ്. ദെൻ ടു കൺസൈനീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തിനും എഴുതും? കൺസൈനിക്ക് നൽകുന്ന കമ്മീഷൻ റെക്കോർഡ് ചെയ്യാം. പിന്നെ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഡെൽ ക്രെഡറെ കമ്മീഷൻ നമ്മൾ നൽകുന്നില്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് കൺസൈനർ സഫർ ചെയ്യേണ്ടതായി വരും. അങ്ങനെയുള്ള കേസിൽ ബാഡ് ഡെപ്റ്റ് റെക്കോർഡ് ചെയ്യാനും നമ്മൾ എന്ത് പറഞ്ഞാണ് എഴുതുന്നത്? ടു കൺസൈനി അക്കൗണ്ട്. അപ്പൊ ഡെബിറ്റിൽ മെയിൻ ആയി വരുന്ന കാര്യങ്ങൾ ഒന്ന് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, പിന്നെ കൺസൈനർ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ, പിന്നെ കൺസൈനിയുടെ എക്സ്പെൻസ്, കൺസൈനിയുടെ കമ്മീഷൻ, ബാഡ് ഡെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെബിറ്റിൽ എഴുതുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് എഴുതുന്നത്? ഏറ്റവും ആദ്യം സെയിൽസിൽ നിന്ന് കിട്ടുന്ന വരുമാനം ബൈ കൺസൈനീസ് അക്കൗണ്ട്. അതിൽ ഏതെല്ലാം ഉൾപ്പെടും? ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. എത്ര രൂപയുടെ ഗുഡ്സ് ആണ് നമ്മുടെ കൺസൈനി നമ്മൾക്ക് വേണ്ടി വിറ്റു നൽകിയത്, ആ എമൗണ്ട് എഴുതാനാണ് ബൈ കൺസൈനീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതിന്റെ എമൗണ്ട് എഴുതും? ക്രെഡിറ്റ് ആൻഡ് ക്യാഷ് സെയിൽസിന്റെ. പിന്നെ അടുത്തതായി എഴുതുന്നത് ഏതാ? ബൈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. ഗുഡ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഡെബിറ്റിൽ എഴുതി, അവിടെ നിന്നും കൺസൈനി ഇങ്ങോട്ട് തിരിച്ചയക്കാണ്, റിട്ടേൺ ബൈ കൺസൈനി. അപ്പൊ നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റിൽ എഴുതും. ദെൻ അടുത്തതായി എന്തെങ്കിലും ഗുഡ്സ് അവരുടെ കയ്യിൽ വിൽക്കാതെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അൺസോൾഡ് സ്റ്റോക്ക്, അതും എഴുതി വയ്ക്കും ബൈ കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട്. അൺസോൾഡ് ഗുഡ്സിന് പറയുന്ന പേരാണ് കൺസൈൻമെന്റ് സ്റ്റോക്ക്. അപ്പൊ അൺസോൾഡ് ഗുഡ്സ് വിത്ത് കൺസൈനി അതെങ്ങനെ പറഞ്ഞ് എഴുതി വയ്ക്കും? ബൈ കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എമൗണ്ട് എഴുതി വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസൈൻമെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതാനുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ഡെബിറ്റിൽ ബാലൻസ് വരും, അല്ലെങ്കിൽ ക്രെഡിറ്റിൽ ബാലൻസ് വരും. എവിടെയാണോ ബാലൻസ് വരുന്നത് അതിൻ്റെ നേർക്ക് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. ഡെബിറ്റിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റിൽ ബാലൻസ് വന്നാൽ അത് ലാഭമാണ്, പ്രോഫിറ്റ് ആണ്.
കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ആ കൺസൈൻമെന്റിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് ലാഭമാണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്രെഡിറ്റിലാണ് ബാലൻസ് വരുന്നത് എന്ന് വിചാരിക്കാം, അപ്പോഴും എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. നമ്മൾ എന്ത് എഴുതും? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഉണ്ടാകുന്നത് എന്താ? നഷ്ടമാണ്, ലാഭമല്ല നഷ്ടം. അപ്പൊ ഡെബിറ്റിലാണ് ബാലൻസ് എങ്കിൽ പ്രോഫിറ്റ്, ക്രെഡിറ്റിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ ലോസ്. അപ്പോൾ ഒരു കൺസൈൻമെന്റിൽ നിന്ന് നമ്മൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്നറിയാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പൊ കൺസൈനർ മെയിനായി 3 അക്കൗണ്ട് ഒക്കെയാണ് പ്രിപ്പയർ ചെയ്യുക. ഒന്ന് കൺസൈൻമെന്റ്, പിന്നെ ഒന്ന് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, പിന്നെ കൺസൈനിങ്. അപ്പൊ ഏറ്റവും ആദ്യമായി കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. ദെൻ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന അടുത്ത 2 അക്കൗണ്ടുകളാണ്. ഒന്ന് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്, പിന്നെ ഒന്ന് കൺസൈനീസ് അക്കൗണ്ട്. അപ്പൊ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് അക്കൗണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് ആണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. കൺസൈൻമെന്റില് കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്ന ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇതില് ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഗുഡ്സ് സെൻഡ്, എത്ര രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളത്, ആ ഗുഡ്സ് കൺസൈൻഡ് ആണ് ക്രെഡിറ്റ് സൈഡിൽ ആദ്യമായി ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത്. ദെൻ ഡെബിറ്റ് സൈഡിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കൺസൈനി നമ്മൾക്ക് ആ ഗുഡ്സിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് തിരിച്ചയക്കുന്നുണ്ടെങ്കിൽ, റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കും? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കും ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഏതെങ്കിലും ഗുഡ്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇനി അതിന്റെ ബാലൻസ്, ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ബാലൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആയിട്ട് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഗുഡ്സ് കൺസൈൻഡില് റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റം വരുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ ഗുഡ്സ് ആണോ അയച്ചു കൊടുത്തത് അത് മൊത്തം നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. കാരണം ആ ഗുഡ്സ് അയച്ചു കൊടുക്കാൻ നമ്മൾക്ക് വന്ന ചെലവ്. അപ്പൊ ഗുഡ്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റിൽ എഴുതും, ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ അടുത്ത അക്കൗണ്ട് ആണ് കൺസൈനീസ് അക്കൗണ്ട്. കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന മൂന്നാമത്തെ അക്കൗണ്ട് കൺസൈനീസ് അക്കൗണ്ട്. കൺസൈനിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക. അതായത് കൺസൈനിയുടെ കയ്യിൽ നിന്ന് സെയിൽസിലൂടെ എത്ര രൂപ കിട്ടി, കൺസൈനിക്ക് എക്സ്പെൻസിന് വേണ്ടി എത്ര രൂപ കൊടുത്തു, കൺസൈനിക്ക് കമ്മീഷൻ എത്ര രൂപ കൊടുത്തു, കൺസൈനിയുടെ കെയർ ഓഫിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അക്കൗണ്ട് ആണ് കൺസൈനീസ് അക്കൗണ്ട്. എന്നിട്ട് ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവസാനം കൺസൈനർക്ക് നൽകാനുള്ള എല്ലാ പേയ്മെന്റും കൺസൈനി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ അക്കൗണ്ട് ക്ലോസ് ആയി പോകും. അതല്ല എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിന് ബാലൻസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രൊസീഡ്സ്, സെയിൽ പ്രൊസീഡ്സ് ഉണ്ടാവുമല്ലോ. കൺസൈനി നമ്മൾ അയച്ചു കൊടുത്ത ഗുഡ്സ് പല രീതിയിൽ വിൽക്കാം. ക്യാഷ് സെയിൽസ് ആയിട്ട് വിൽക്കാം, ക്രെഡിറ്റ് സെയിൽസ് ആയിട്ടും വിൽക്കാം. അങ്ങനെ കിട്ടുന്ന സെയിൽസ് പ്രൊസീഡ്സ് ഡെബിറ്റ് സൈഡില് ടു കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. ടു കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് അതിന്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. ദെൻ ക്രെഡിറ്റ് സൈഡില് എഴുതുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കൺസൈനിയുടെ കയ്യിൽ നിന്ന് വല്ല അഡ്വാൻസും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഴുതും. ബൈ ക്യാഷ്, ബാങ്ക് ഓർ ബിൽസ് റെസീവബിൾ. അപ്പൊ അഡ്വാൻസ് ഒന്നുകിൽ പൈസ ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ചെക്ക് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ബിൽസ് റെസീവബിൾ ആയിട്ട് വാങ്ങാം. അപ്പൊ എന്തെങ്കിലും അഡ്വാൻസ് ആയി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യത്തെ ഐറ്റം ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്.
ദെൻ രണ്ടാമത്തെ ഐറ്റം ആയിട്ട് ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഏത് എമൗണ്ട് ആണ്? എക്സ്പെൻസ്, കൺസൈനിയുടെ എക്സ്പെൻസ്, അത് ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞെഴുതും. ദെൻ കൺസൈനിക്ക് നമ്മൾ എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞെഴുതും. അപ്പൊ കമ്മീഷൻ, അദ്ദേഹത്തിന് കൺസൈനിക്ക് നൽകുന്ന കമ്മീഷനും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു വെക്കും. ദെൻ ബാലൻസ്, നമ്മുടെ ഈ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്? കൺസൈനി ഫുൾ പൈസയും കൺസൈനർക്ക് നൽകുകയാണെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞെഴുതും. നമ്മൾ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, സെയിൽസ് പ്രൊസീഡ്സ് ഇപ്പൊ ഈ എക്സ്പെൻസും അഡ്വാൻസും എല്ലാം മൈനസ് ചെയ്തിട്ട് കൺസൈനി ബാക്കിയുള്ള എമൗണ്ട് കൺസൈനർക്ക് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞെഴുതും. അതല്ല, പേയ്മെന്റ് നടത്തുന്നില്ല, ബാലൻസ് ആയി വെക്കുകയാണെങ്കിൽ അത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞെഴുതും. തൊട്ടടുത്ത ഓപ്പണിംഗ് ഡേറ്റിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ബ്രോട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ്. ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ട്, പിന്നെ ഒന്ന് കൺസൈനീസ് അക്കൗണ്ട്, പിന്നെ ഒന്ന് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പോ കൺസൈനർ അക്കൗണ്ടുമുണ്ട്, കൺസൈനി അക്കൗണ്ടുമുണ്ട്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ടുമുണ്ട്. ഇതാണ് പ്രധാനമായും കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട്സ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ബാക്കിയുള്ള 2 അക്കൗണ്ടുകളാണ് ഇത്.